കണ്ണിൻ്റെ പിരിവ് വരയ്ക്കുന്നത് നമ്മൾ മുടി വരച്ച അതേ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ കണ്ണിൻ്റെ പിരിവ് വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പെൻസിൽ നല്ലോണം ഷാർപ്പൻ ചെയ്യുക. ഷാർപ്പൻ ചെയ്തിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ലൈൻസ് ആയിട്ട് വരയ്ക്കുക. ഓരോ ലൈൻസ് ആയിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ലൈൻസ് അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ലൈൻസ് വരയ്ക്കുക. ഫോട്ടോയിൽ നോക്കുക, അവിടെ എന്തെങ്കിലും ഡാർക്കായിട്ടാണോ വരുന്നത് അത്ര ഭാഗത്ത് ഡാർക്കായിട്ട് തന്നെ വരയ്ക്കുക. പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ അകത്തും ചെറിയൊരു ലൈറ്റ് അടിക്കുന്ന ഭാഗം ഉണ്ടാവും. ഒരു വെള്ള ഡോട്ട് പോലെ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഭാഗം ഒഴിച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഫോട്ടോയിൽ നോക്കിയിട്ട് ആ കണ്ണിൻ്റെ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഇങ്ങോട്ടും പാർത്തെടുക്കുക. അതും ആദ്യം ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. അതിനുശേഷം മാത്രം പെൻസിൽ അമർത്തി പിടിച്ച് കുറച്ച് ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുക. രണ്ട് കണ്ണിലും ലൈറ്റ് അടിക്കുന്ന ഭാഗം വരുന്നുണ്ട്. ആ സൈഡിലും ഒരു ഡോട്ടുണ്ട്, ഈ സൈഡിൽ 2 ഡോട്ട് വരുന്നുണ്ട് ഈ കണ്ണിൽ. പിന്നെ കണ്ണിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ട് തന്നെ വരയ്ക്കുക. പിന്നെ വരയ്ക്കേണ്ടത് മീശയൊക്കെ വരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ ലൈൻസ് ആയിട്ട് വരയ്ക്കുക. പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ട് ലൈൻസ് ആയിട്ട് വരയ്ക്കുക. താടി അതുപോലെ തന്നെ വരയ്ക്കുക. എല്ലാം സെയിം മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഫോട്ടോയിൽ നോക്കുക, താടി നല്ല കട്ടിക്ക് വരുന്ന ഭാഗം എവിടെയാണോ അവിടെ കട്ടിക്ക് കൊടുക്കുക. ലൈറ്റായിട്ട് വരുന്ന ഭാഗം ഏതാണോ അവിടെ ലൈറ്റായിട്ട് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് കൂടുതൽ ഒത്തിരി കട്ടിക്ക് വരുന്നില്ല, ജസ്റ്റ് കുറ്റിത്താടി പോലെ വരുന്നുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് അങ്ങനെ തന്നെ കൊടുക്കുക. പിന്നെ വരുന്ന ലിപ്പാണ്. ലിപ്പിൻ്റെ ഭാഗം നമ്മൾ വരയ്ക്കുമ്പം അതും ഷെയ്ഡ് ചെയ്ത് തന്നെ വരയ്ക്കുക. നമ്മൾ ഫേസ് ഷെയ്ഡ് ചെയ്ത് പോലെ തന്നെ പെൻസിൽ തിരിച്ച് പിടിച്ച് ഷെയ്ഡ് ചെയ്യുക. അതൊരു സൈഡിലോട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ലൈറ്റായിട്ട് തന്നെ ഇടുക. അതായത് വൈറ്റായിട്ട് ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുക. പിന്നെ ചെവിയുടെ കാര്യം വരുമ്പോഴും അതും ചെവിയുടെ അകത്തെ ഭാഗമാണ് വരുന്നത്. അപ്പോൾ അവിടെ നീലടിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെയും കുറച്ച് ഡാർക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മൾ ഡാർക്കായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഫോട്ടോയിൽ നോക്കുക, അതുപോലെ തന്നെ ഇങ്ങോട്ട് പെൻസിൽ ചെരിച്ച് പിടിച്ച് തന്നെ അതും ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നെ വരുന്ന കഴുത്തിൻ്റെ ഭാഗമാണ്. കഴുത്തിൻ്റെ ഭാഗവും അവിടെ നല്ല ഷാഡോ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് വെച്ച് ഡാർക്കായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്യുക. കട്ടിക്ക് തന്നെ ഷെയ്ഡ് ചെയ്യുക. ആ കഴുത്തിൻ്റെ ആ ഭാഗത്തും ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം വൈറ്റായിട്ട് കാണുന്നുണ്ട്, കുറച്ച് ഭാഗമുണ്ട്. ആ ഭാഗം വൈറ്റായിട്ട് തന്നെ വിട്ടേക്കുക. ബാക്കി ഭാഗം ഷെയ്ഡ് ചെയ്യുക. പിന്നെ വരയ്ക്കുന്ന ഡ്രസ്സാണ്. ഡ്രസ്സ് നമുക്ക് അതേപടി വരത്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഇച്ചിരി മാറ്റം വന്നാലും കുഴപ്പമില്ല. നമ്മളിത് ആർക്കും വരച്ച് കൊടുക്കാനുള്ളതല്ലോ, ജസ്റ്റ് വരയ്ക്ക് പഠിക്കാനൊക്കെ ആകുമ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ മാക്സിമം ട്രൈ ചെയ്യുക, ബാക്കി അങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏത് പോർട്രേറ്റ് ചെയ്താലും ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നത്. ഔട്ട്ലൈനും ഷെയ്ഡിങ്ങും ഹെയർ വരയ്ക്കുന്നതെല്ലാം ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇത് തന്നെ ഫോളോ ചെയ്ത് പോവുക.